Hi friends, welcome back to Success Academy Kochi. എൻ്റെ പേര് ആശിഷ് മാത്യു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ റീസണിങ്ങിൻ്റെ അല്ലേ. അപ്പം SBI ക്ലർക്കിൻ്റെ കഴിഞ്ഞ ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി നമ്മൾ നോക്കിയിട്ട് റീസണിങ്ങിൻ്റെ നമ്മുടെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം അല്ലേ, പല ടൈപ്പ് പസിലും സിലോജിസ് അങ്ങനെ മിക്ക ടോപ്പിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ ടോപ്പിക്സും കൂടി കൺക്ലൂഡ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ ഈ 35 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലൂടെ അല്ലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ്റെ ലെവൽ മനസ്സിലാവും. ഓക്കെ, അതുപോലെ ഇനി വരുന്ന ഷിഫ്റ്റുകളിൽ സ്റ്റുഡൻസിന് എക്സാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബെനിഫിറ്റ് ചെയ്യും. ഓക്കെ, നമുക്കെന്നാൽ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? 8 persons ഉണ്ട് അല്ലേ. ഓക്കെ, ദേ സിറ്റ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ, ഓൾ ഓഫ് ദം ആർ ഫേസിങ് ഇൻസൈഡ്. ഓക്കെ, നമുക്കൊരു കാര്യം വെച്ചാൽ രണ്ട് സർക്കുലർ അറേഞ്ച്മെൻറ്റ്സ് വരയ്ക്കാം. ഓക്കെ, 1 2 3 4 5 6 7 8. ഓക്കെ, ഇവിടെ 1 2 3 4 5 6 7 8. ഓക്കെ, എല്ലാവരും ഇൻസൈഡ് ഫേസിങ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇൻസൈഡ് ഫേസിങ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം അല്ലേ, ലെഫ്റ്റ് സൈഡാണ് ക്ലോക്ക് വൈസ്, റൈറ്റ് സൈഡ് എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ഇനി ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ? എഫ് സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ഇ. എഫ് എന്താണ്? ഇന്റെ തേർഡ് റൈറ്റ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയ്ക്ക് എത്ര പേരുണ്ട്? 2 പേര്. അടുത്ത എന്താ? ഓൺലി 1 person സിറ്റ്സ് ബിറ്റ്വീൻ എച്ച് ആൻഡ് എഫ്. ഓക്കെ, എച്ചിൻ്റെ എഫിൻ്റെ ഇടയ്ക്ക് ഒരാൾ മാത്രമാണ് ഉള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. എ സിറ്റ്സ് ഓപ്പോസിറ്റ് ടു ഡി. എ ഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത സി സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി. സി സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി. തേർഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഇടയ്ക്ക് 2 അല്ലേ. അടുത്ത സി ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഡി. സിയും ബി എന്താണ്? ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് അല്ല. പിന്നെ ഡി ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എച്ച്. ലാസ്റ്റ് പോയിന്റ് എന്താ? ജി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഇ. സിയും ഇയും എന്താണ്? ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എഫിനെ പറ്റി ഇവിടെ 2 കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് നമുക്ക് എഫ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഫസ്റ്റ് പോയിന്റ് ഇന്റെ തേർഡ് റൈറ്റിലാണ് എഫ്. ഓക്കെ, അപ്പോൾ ഇനെ നമ്മളിവിടെ ഫിക്സ് ചെയ്താൽ ഇന്റെ റൈറ്റ് എങ്ങോട്ടാണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പം എത്ര പേര്? 2 പേര്. എഫ് ഇവിടെ വരും. സെക്കൻഡ് കേസ് നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കുക. ഇനെ ഇവിടെ എടുത്താൽ എഫ്. അടുത്ത എന്താണ്? 1 person ബിറ്റ്വീൻ എച്ച് ആൻഡ് എഫ്. ഓക്കെ, ഒരു കേസിൽ എച്ചിനെ നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം അല്ലേ. ഒരു കേസിൽ എച്ചിനെ ഇവിടെ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഓക്കെ, എച്ചും ഡിയും അടുപ്പിച്ചിരിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? എന്റെ ഓപ്പോസിറ്റ് ആണ് ഡി ഇരിക്കുന്നത്. ഓക്കെ, എന്റെ ഓപ്പോസിറ്റ് ഡി, ആ പോയിന്റ് നമുക്ക് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് നോക്കുക. ഡീനെ ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, കാരണം ഡിയും എച്ചും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് അല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്താൽ ഡി ഇവിടെ. സെക്കൻഡ് കേസിൽ അതുപോലെ തന്നെ എനെ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു. ഓക്കെ, ഏതൊക്കെ പോയിന്റ്സ് എടുത്തോ അത് നമുക്കൊന്ന് ടിക്ക് ചെയ്തേക്കാം. ഓക്കെ, സി ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ബി. സിയും ബിയും ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ല. ജിയും ഇയും ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് അല്ലേ. ഇവിടെ ജിനെ ഫസ്റ്റ് കേസിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. സെക്കൻഡ് കേസിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ജിന്റെ തേർഡ് ലെഫ്റ്റിലാണ് സി. ഓക്കെ, ഫസ്റ്റ് കേസ് നമുക്ക് ഇവിടെ ജി ആണെങ്കിൽ സി ഇവിടെ ആയിരിക്കും വരും. ഓക്കെ, സെക്കൻഡ് കേസ് നോക്കുക. ഞാൻ ഇവിടെ ജീനെ ഇവിടെ ഫിക്സ് ചെയ്ത 1 2 സി ഇവിടെ വരും. ഓക്കെ, ഇവിടെ ആണെങ്കിൽ പോസിബിൾ ആണോ അല്ലേ. ജി എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കും, സി ഇവിടെ ആയിരിക്കും വരും അല്ലേ. ഏതെങ്കിലും കണ്ടീഷൻസ് തെറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ സിനെ ഫിക്സ് ചെയ്യുമ്പോൾ ഇനി മിച്ചമുള്ളത് ബി ആണ് അല്ലേ. സിയും ബിയും വരാൻ അടുപ്പിച്ച് വരുമോ? ഇല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് കേസ് തെറ്റാണ്, ബി ഇവിടെ ആയിരിക്കും അല്ലേ. ബാക്കി കണ്ടീഷൻസ് എല്ലാം ഓക്കെ അല്ലേ. ജിയും ഇയും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണ്. ഓക്കെ, ലെഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതായിരിക്കും കറക്റ്റ് അറേഞ്ച്മെന്റ് കേട്ടോ. ഈ സെക്കൻഡ് ഫിഗർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പെട്ടെന്ന് തന്നെ നോക്കി പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു അമംഗ് ദ ഫോളോയിങ് സിറ്റ്സ് ഓപ്പോസിറ്റ് ടു ജി. ഓക്കെ, ജിന്റെ ഓപ്പോസിറ്റ് ആരാ ഇരിക്കുന്നത്? എഫ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹു അമംഗ് ദ ഫോളോയിങ് സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. എന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്. തേർഡ് ലെഫ്റ്റ് ആരായിരിക്കുന്നത്? എഫ് തന്നെയാണ്. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു ഡി? പൊസിഷൻ ഓഫ് സി
വിത്ത് റെസ്പെക്ട് ടു ഡി. ഡിൻ്റെ റെസ്പെക്റ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ, സെക്കൻഡ് ടു ദ റൈറ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. സെക്കൻഡ് ടു ദ റൈറ്റ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഈസിയാണ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ജി? പൊസിഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ജി. ജിൻ്റെ റെസ്പെക്റ്റിൽ എന്താണ്? സെക്കൻഡ് ടു ദ റൈറ്റ് ആണ് അല്ലേ. ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ടു ദ റൈറ്റ് ഉണ്ടോ? ആൻസർ ഇവിടെ ഓപ്ഷൻ ബി തന്നെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ എ ആൻഡ് എഫ് ആൻഡ് കൗണ്ടഡ് ഫ്രം ലെഫ്റ്റ്. എന്റെ ലെഫ്റ്റിൽ നോക്കിയ അല്ലേ, എ ഇവിടെയാണ്, എഫ് ഇവിടെയാണ്. എന്റെ ലെഫ്റ്റ് ക്ലോക്ക് വൈസ് ആണ് അല്ലേ. എന്റെ എഫിന്റെ ഇടയ്ക്ക് എത്ര പേരുണ്ട്? 2 പേര് മാത്രമാണുള്ളത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ പസിലിലെ അല്ലേ. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് അല്ല, 2 കണ്ടീഷൻസ് ഒരുമിച്ച് എടുത്താൽ എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് തന്നെയാണ്. ഇവിടെ എന്താ പറയുന്നത്? 8 പേര്. നമുക്കൊരു ലൈൻ വരയ്ക്കാം. 8 persons. 1 2 3 4 5 6 7. ഫസ്റ്റ് പോയിന്റ് എന്താ? ബി സിറ്റ്സ് തേർഡ് ഫ്രം ദ റൈറ്റ് എൻഡ്. എല്ലാവരും നോർത്ത് ഫേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി റൈറ്റ് എൻഡിന് തേർഡ് ആണ്. ഓക്കെ, റൈറ്റ് എൻഡ് ഇതാണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? 3 people ബിറ്റ്വീൻ എച്ച് ആൻഡ് ബി. അപ്പം ഈ സൈഡിലോട്ട് എച്ച് എന്തായാലും വരത്തില്ല അല്ലേ. 1 2 3 എച്ച്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? ഡി ഈസ് ദ ഓൺലി നെയ്ബർ ഓഫ് എഫ്. ഓക്കെ, ഡി മാത്രമാണ് എഫിന്റെ നെയ്ബർ അല്ലേ. അപ്പം നമുക്ക് ഉറപ്പിക്കാം, എഫിന് ഒറ്റ നെയ്ബറേ ഉള്ളെങ്കിൽ എന്തായിരിക്കും? എഫ് ആയിരിക്കും എക്സ്ട്രീം വേണ്ടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എഫിനെ ഫിക്സ് ചെയ്താൽ ഡി മാത്രം നെയ്ബർ ആകാൻ സാധ്യത ഉണ്ടോ? അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എഫ് ഇവിടെ ആയിരിക്കും, ഡി അല്ലേ. അടുത്ത പോയിന്റ് എന്താ? ഇ സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജി. ഇ എന്താണ്? ജിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. അടുത്തത് ഹൂ സിറ്റ്സ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എ. അപ്പോൾ ജിനെ പറ്റിയാണ്. ജി എന്താണ്? എന്റെ സെക്കൻഡ് റൈറ്റിൽ ഇരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ആ 2 കേസസ് നമുക്ക് ശരിയാക്കണം അല്ലേ. അപ്പം ഇവിടെ ഫിക്സ് ചെയ്യാം നമുക്ക്. എന്നെ ഇവിടെ ഫിക്സ് ചെയ്താൽ എന്റെ അല്ലേ, എന്നെ ഇവിടെ ഫിക്സ് ചെയ്താൽ എന്റെ സെക്കൻഡ് റൈറ്റിൽ ജി വരും. ഈനെ ഇവിടെ ഫിക്സ് ചെയ്യും അല്ലേ, കുഴപ്പമില്ലല്ലോ അല്ലേ. ഈ മിസ്സിങ് ആരാണ്? എ ബി സി അല്ലേ. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സി എച്ച് എ ഇ ജി ബി ഡി അല്ലേ. ഓക്കെ, ഇത് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒറ്റ കേസ് എടുത്തപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഇത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പെട്ടെന്ന് തന്നെ നമുക്കത് നോക്കാം. ഹു അമംഗ് ദ ഫോളോയിങ് സിറ്റ്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ്. ഓക്കെ, എഫിന്റെ സെക്കൻഡ് ലെഫ്റ്റ് ആരാ ഇരിക്കുന്നത്? ബി ആണ് അല്ലേ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു അമംഗ് ദ ഫോളോയിങ് ഇസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ജി. ജിന്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആരൊക്കെ? ഇയും ബിയും ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ ബോത്ത് ബി ആൻഡ് ഡി അല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് മൂവ് ചെയ്യാം. പൊസിഷൻ ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു ജി. പൊസിഷൻ ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു ജി അല്ലേ. എന്താണ്? സെക്കൻഡ് ടു ദ റൈറ്റ്. ആൻസർ കിട്ടി, സെക്കൻഡ് ടു ദ റൈറ്റ്. നയൻത് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്. ബി ഇവിടെയാണ്, എച്ച് ഇവിടെയാണ്. ഇവരുടെ ഇടയ്ക്ക് എത്ര പേരുണ്ട്? 3 പേരുണ്ട് അല്ലേ. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി. ലാസ്റ്റ് ക്വസ്റ്റ്യനകത്തുള്ളത് ഹു അമംഗ് ദ ഫോളോയിങ് സിറ്റ് അറ്റ് ദ എക്സ്ട്രീം എൻഡ്സ്. ഓക്കെ, എക്സ്ട്രീം എൻഡ്സ് ആരൊക്കെ ഇരിക്കുന്നത്? സിയും എഫും ആണ് അല്ലേ. നമുക്ക് ഓപ്ഷനിൽ നോക്കാം. സി ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി തന്നെ അല്ലേ. അപ്പം ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് പോകാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. 11 to 14 അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻസ് എന്താണ്? 10 people സിറ്റ് ഇൻ. ഓക്കെ, പാരലൽ അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഫിഗർ വരച്ചേക്കാം അല്ലേ. എന്താണ് പറഞ്ഞേക്കുന്നത്? റോ 1 ആരൊക്കെ ഉണ്ട്? പി ക്യു ആർ എസ് ടി ഓൾ ആർ ഫേസിങ് സൗത്ത്. സൗത്ത് എന്ന് പറയുമ്പോൾ അവർ മേളിലാണ് അല്ലേ. പി ക്യു ആർ എസ് ടി. താഴെ ആരായിരിക്കും? എ ബി സി ഡി ഇ ആണ്. അത് സ്വാഭാവികമായിട്ട് നോർത്ത് ഫേസിങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ കണ്ടീഷൻസ് ആയിട്ട് നോക്കാം. 2 people സിറ്റ് ബിറ്റ്വീൻ ഇ ആൻഡ് ഡി. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇവിടെ ഒന്ന് വരച്ചേക്കാം അല്ലേ. പി ക്യു ആർ എസ് ടി മേളിലും, ഓക്കെ, എ ബി സി ഡി ഇ താഴെ.
എന്താ പറഞ്ഞേക്കുന്നത്? ടു പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ ഇ ആൻഡ് ഡി ഹു സിറ്റ് ഡയഗണലി ഓപ്പോസിറ്റ് ടു എസ്. ഓക്കെ, അപ്പോൾ ഇൻ്റെ ഡിൻ്റെ ഇടയ്ക്ക് രണ്ട് പേരുണ്ട്. ഡി എസിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡി ഇവിടെ ഇരുന്നാൽ എസ് ഇവിടെ ആയിരിക്കും, ഡി ഇവിടെ ഇരുന്നാൽ എസ് ഇവിടെ ആയിരിക്കും അല്ലേ. രണ്ട് കേസസ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ട് ഫിഗർ ഒന്ന് ഒരുമിച്ച് കൊണ്ടുപോകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാം എക്സാമിൽ. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഫിഗർ വരയ്ക്കാം. 1 2 3 4 5. ഓക്കെ, അപ്പം ഇയും ഡിയും താഴെയാണല്ലോ അല്ലേ. ഇവിടെ ഞാൻ ഇനെ എടുത്ത് ഡി ഇവിടെ, സെക്കൻഡ് കേസിൽ ഇനെ ഇവിടെ എടുത്തു. ഓക്കെ, സോറി തിരിച്ചല്ലേ. ഡി ആണ് ഡയഗണലി ഓപ്പോസിറ്റ് ടു എസ്. ഡി വേണം എക്സ്ട്രീം എൻഡിൽ വരും. ഓക്കെ, എന്നാലും അത് ഡയഗണലി ഓപ്പോസിറ്റ് ആവുള്ളൂ അല്ലേ. ഡി ഇവിടെ, ഇ ഇവിടെ, ഡി ഇവിടെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ എസ് ഇവിടെ ആയിരിക്കും, സെക്കൻഡ് കേസിൽ എസ് അല്ലേ. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയേ. ഓക്കെ, ഇ ഫേസസ് ക്യൂ. ഓക്കെ, ഹു സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ആർ. അപ്പോൾ ഇത് ക്യൂവിനെ പറ്റി ക്യൂ എവിടെ ഇരിക്കുന്നത്? ആറിൻ്റെ തേർഡ് റൈറ്റിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് മേളിലാണ് അല്ലേ, ഈ പി ക്യു ആർ എസ് ടി എല്ലാം മേളിലാണ്. അപ്പോൾ ആറിൻ്റെ റൈറ്റ് എന്തായിരിക്കും? സൗത്തിലോട്ട് നമ്മൾ ഇരിക്കുമ്പോൾ റൈറ്റ് ലെഫ്റ്റും തിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് കേസ് നോക്കി, ഇവിടെ നമ്മൾ ആറിനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ആറിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണം. അപ്പോൾ ഫസ്റ്റ് കേസിൽ അത് പോസിബിൾ അല്ല. ഓക്കെ, സെക്കൻഡ് കേസിലാണെങ്കിൽ പോസിബിൾ ആണ്. ഓക്കെ, എവിടെ ആയിരിക്കും വരുന്നത്? തേർഡ് ടു ദ റൈറ്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ആറിൻ്റെയും ക്യൂവിൻ്റെ ഇടയ്ക്ക് എത്ര പേര് കാണണം? 2 പേര് അല്ലേ. സെക്കൻഡ് കേസിൽ അത് കിട്ടുന്നുണ്ട്. അടുത്ത പോയിന്റ് സി ഫേസസ് പി. സി ആരെയാണ് ഫേസ് ചെയ്യുന്നത്? പിന്നെയാണ് ഫേസ് ചെയ്യുന്നത്. ബട്ട് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ടി. അപ്പം സി എന്താണ്? പിന്നെയാണ് ഫേസ് ചെയ്യുന്നത്, ബട്ട് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ടി. ഓക്കെ, പക്ഷെ ഡിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ല സി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാമല്ലോ, നമുക്ക് വേറെ കേസസ് ഒന്നുമില്ല. സി ഇവിടെ, പി. ഓക്കെ, അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താ? ബി സിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് എ. ഓക്കെ, ബി ഇവിടെ ഇരിക്കുന്ന എന്റെ ലെഫ്റ്റിലാണ്. അപ്പോൾ എ ഇവിടെ വന്നാൽ ബി ഇവിടെ, ഇവിടെ മിസ്സിങ് ആരാ? പി ക്യു ആർ എസ് ടി. ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് അറേഞ്ച്മെന്റ് ഇവിടെ വരുന്നത്. എസ് ക്യു പി ടി ആർ ബി ഇ സി എ. ഈസി ആയിരുന്നു ഇത് അല്ലേ. ഇത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു എ? പൊസിഷൻ ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു എന്ന് പറയുമ്പോൾ എന്റെ റെസ്പെക്റ്റിൽ ഇമ്മീഡിയറ്റ് റൈറ്റ് അല്ലേ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഇമ്മീഡിയറ്റ് റൈറ്റ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? 12th. ഹു അമംഗ് ദ ഫോളോയിങ് ഫേസസ് ടി. ഓക്കെ, ടീനെ ആരെ ഫേസ് ചെയ്യുന്ന? എ തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ടി. ക്യൂ എവിടെയാ? ക്യൂ ഇവിടെ, ടി ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? 14th ക്വസ്റ്റ്യനിലോട്ട് വന്നാൽ ഹു അമംഗ് ദ ഫോളോയിങ് സിറ്റ്സ് അറ്റ് ദ എക്സ്ട്രീം എൻഡ്. ഓക്കെ, എക്സ്ട്രീം എൻഡിലാരും ഇരിക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. എസ് ആർ ബി ഡി. ഓക്കെ, ഓപ്ഷൻ നോക്കാം. എസ് ആർ ബി ഡി. ഓക്കെ, എസ് ഉണ്ടോ? എസ് ഇല്ല, ആർ ഇല്ല, ബി ഇല്ല, ഡി ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് വരും. ഓക്കെ, ഈസി ആയിരുന്നു അല്ലേ, ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു. ജസ്റ്റ് അറേഞ്ച്മെന്റ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്തൊരു പസിൽ ഉണ്ടായിരുന്നത് ബോക്സ് പസിലാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്ക ഷിഫ്റ്റിന് ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി, 8 ബോക്സസ് ഉണ്ട്, പ്ലേസ്ഡ് വൺ അബവ് ദി അതർ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ? നോട്ട് മോർ ദാൻ 2 ബോക്സസ് ആർ പ്ലേസ്ഡ് അബവ് ക്യൂ. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് ഫസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പോൾ ക്യൂവിൻ്റെ മേളിൽ മാക്സിമം 2 ബോക്സസ് വരും അല്ലേ. നോട്ട് മോർ ദാൻ 2 എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ മാക്സിമം 2, മിനിമം എത്ര വേണമല്ലോ അല്ലേ. 2 ആയാലും കുഴപ്പമില്ല, 1 ആണെങ്കിലും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? 3 ബോക്സസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ടി. ക്യൂവിൻ്റെയും ടീൻ്റെ ഇടയ്ക്ക് 2 ബോക്സ് ഉണ്ട്. ഈ ഫിഗർ, ഈ ഒരു സിമ്പിൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്യൂ ആണോ ടി ആണോ മേളിൽ നമുക്കറിയത്തില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? 2 ബോക്സസ് ആർ പ്ലേസ് ബിറ്റ്വീൻ യു ആൻഡ് എസ്. യുവിൻ്റെ എസിൻ്റെ ഇടയ്ക്ക് 2 ബോക്സസ് ആണുള്ളത്. ഓക്കെ,
വിച്ച് ഈസ് പ്ലേസ് ബിലോ ടി. ഓക്കെ, അത് എസിനെ പറ്റിയാണ്. എസ് എന്താണ് വരുന്നത്? ടീൻ്റെ താഴെയാണ് അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് പോയിന്റ് ഫിക്സ് ചെയ്തേക്കാം. ബോക്സ് എസ് അല്ലേ. എസ് എന്താണ്? ടീൻ്റെ താഴെ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? ബോക്സ് പി ഈസ് ഇമ്മീഡിയറ്റ്ലി അബവ് വി. ഓക്കെ, വിൻ്റെ തൊട്ട് മേളിലാണ് ബോക്സ് പി ഇരിക്കുന്നത്. അടുത്ത എന്താ? ബോക്സ് ആർ ഈസ് പ്ലേസ്ഡ് ഇമ്മീഡിയറ്റ്ലി അബവ് ഡബ്ല്യു. ഓക്കെ, ബോക്സ് ആർ ഇമ്മീഡിയറ്റ്ലി അല്ല, ജസ്റ്റ് അബവ് ആണ് അല്ലേ. ബോക്സ് ആർ ഡബ്ല്യുവിൻ്റെ മേളിലാണ്, ബട്ട് ഡസ് നോട്ട് പ്ലേസ് അബവ് വി. ഓക്കെ, അപ്പം ആറ് ഡബ്ല്യുവിൻ്റെ മേളിലാണ്, പക്ഷെ വിൻ്റെ താഴെ അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആറിൻ്റെ ഡബ്ല്യുവിൻ്റെ മേളിലാണ് ആറ്, വിൻ്റെ താഴെ അല്ലേ, കാരണം നോട്ട് പ്ലേസ്ഡ് അബവ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പം ബിലോ ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫസ്റ്റ് പോയിന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കൊരു കേസ് എടുത്തേക്കാം. ക്യൂവിൻ്റെ താഴെ 2 ബോക്സസ് മാത്രമാണ് മേളിൽ അല്ലേ, അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത പോയിന്റ് എന്താ? ക്യൂവിനെ പറ്റി 3 ബോക്സസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ടി. അപ്പോൾ 1 2 3 ഇവിടെ ടി. ഓക്കെ, ഇപ്പോൾ എത്ര ബോക്സസ് ആയി? 1 2 3 4 5 6 7. ഒരു സ്പേസും കൂടി താഴെ ഉള്ളൂ. അടുത്ത പോയിന്റ് നമുക്ക് എന്താ എടുക്കാൻ പറ്റുന്ന നോക്കിയേ. ഓക്കെ, ടീൻ്റെ താഴെയാണ് എസ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ടി എടുത്താൽ എസ് ഏറ്റവും താഴെയായി അല്ലേ. അപ്പം ഈ പോയിന്റായി. ഇനി യുവിൻ്റെ എസിൻ്റെ ഇടയ്ക്ക് 2 ബോക്സസ്. അപ്പോൾ 1 2 ഇവിടെ യു. ഈ പോയിന്റ് ഓക്കെയാണ്. ഇനി എന്താണ് നമുക്ക് പോയിന്റ്സ് ഉള്ളത്? പി വി അല്ലേ. പി വി അടുപ്പിച്ച് വരുന്ന സ്ഥലം നമുക്ക് ഫസ്റ്റ് 2 പൊസിഷൻസ് ഉള്ളൂ. ഓക്കെ, പിന്നെ പി വിൻ്റെ താഴെ 6, 6ൻ്റെ ഇവിടെ 6. അപ്പോൾ നമുക്ക് അറേഞ്ച്മെന്റ് ഈസിലി കിട്ടി. പി വി ക്യു ആർ യു ഡബ്ല്യു ടി എസ് ആണ് നമ്മുടെ കറക്റ്റ് അറേഞ്ച്മെന്റ് ആയിട്ട് വരും. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഓരോ പോയിന്റ്സും എടുത്തിട്ട് ഇവരെല്ലാം ജോയിൻ ചെയ്യും അല്ലേ. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് 15th ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ബോക്സസ് ആർ പ്ലേസ് ബിറ്റ്വീൻ പി ആൻഡ് ആർ. ഓക്കെ, പിൻ്റെ ആറിൻ്റെ ഇടയ്ക്ക് എത്ര ബോക്സ് ഉണ്ട്? 1 2 അല്ലേ, 2 ബോക്സസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി 16th. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോക്സസ് പ്ലേസ്ഡ് ഇമ്മീഡിയറ്റ്ലി ബിലോ എസ്. ഓക്കെ, എസിൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ബോക്സ് ഉണ്ടോ? ഇല്ല, എസ് ആണ് ഏറ്റവും താഴെ ഉള്ള ബോക്സ്. ഓക്കെ, നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഇ എന്നാണ്. ഓക്കെ, 17th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോക്സസ് പ്ലേസ്ഡ് ഇമ്മീഡിയറ്റ്ലി അബവ് വി. ഓക്കെ, ഇപ്പോൾ വിൻ്റെ തൊട്ട് മേളിൽ വെച്ചിരിക്കുന്ന ബോക്സ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇപ്പോൾ വിൻ്റെ തൊട്ട് മേളിൽ ഏത് ബോക്സ് ആണ്? ബോക്സ് പി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ, 18th ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത്? ഹൗ മെനി ബോക്സസ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ടി. ക്യൂവിൻ്റെ ടീൻ്റെ ഇടയ്ക്ക് എത്ര ബോക്സ് ഉണ്ടെന്ന് നോക്കിയേ. 1. ഇവിടെ നമുക്ക് ക്യൂവിൻ്റെ ടീൻ്റെ ഇടയ്ക്ക് 1 2 3 3 ബോക്സസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ സി 3. 19th ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ബോക്സസ് ആർ പ്ലേസ്ഡ് ബിലോ ഡബ്ല്യു. ഓക്കെ, ഡബ്ല്യുവിൻ്റെ താഴെ എത്ര ബോക്സസ് ആണുള്ളത്? 2 ബോക്സസ് ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ ഇവിടെ 2 ആണ് വരുന്നത് അല്ലേ. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. ഓക്കെ, അടുത്ത നമുക്ക് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇൻഇക്വാളിറ്റി അല്ലേ. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് നോക്കാം. കൺക്ലൂഷൻസ്. ഫസ്റ്റ് കൺക്ലൂഷൻ എം ഈക്വൽ ടു ഒ. എം ഈക്വൽ ടു ഇവിടെ പറ്റുമില്ല അല്ലേ. പ്രയോറിറ്റി വെച്ച് എന്താണ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എമ്മും ഒയും തമ്മിൽ റിലേഷൻ എന്താ കിട്ടുന്നത്? എം ലെസ് ദാൻ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റാണ്. ഇനി എൻ ലെസ് ദാൻ എസ് ശരിയാണോ? എൻ എസ് ഇവിടെയാണ്. സിമ്പിൾസിന്റെ ഡയറക്ഷൻ കുഴപ്പമില്ല. പ്രയോറിറ്റി ആർക്കാണ്? ലെസ് ദാൻ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റിന് അത് തന്നെ കിട്ടുന്നത്, എൻ ലെസ് ദാൻ എസ് ആ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കൺക്ലൂഷൻ ശരിയാണ്. അപ്പോൾ നമ്മുടെ ഏത് ആൻസർ ആണ് ഇവിടെ കറക്റ്റ്? ഇഫ് ഓൺലി കൺക്ലൂഷൻ ടു ഫോൾസ് അല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത എന്താണ്? സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ്. സി ടു എഫ് നോക്കുക. സിമ്പിൾസിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റ്. ഓക്കെ, സെക്കൻഡ് കൺക്ലൂഷൻ എഫ് ഗ്രേറ്റർ ദാൻ സി. എഫ് ഇവിടെ, സി ഇവിടെ, ഇവിടെയും അതേ പ്രശ്നം. സിമ്പിൾസിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ ഇവിടെ എന്തായിരിക്കും? ഐദറിന് പോസിബിലിറ്റി ഉണ്ടോ? ഐദർ നമുക്ക് നോക്കിയേക്കാം. ഐദറിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്കറിയാം. രണ്ട് കൺക്ലൂഷൻസ് ഇൻഡിവിജ്വലി തെറ്റായിരിക്കണം.
രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന എലമെന്റ്സ് സെയിം ആയിരിക്കണം. നമുക്ക് സിയും എഫും തമ്മിൽ റിലേഷൻ കിട്ടുന്നില്ല സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അല്ലേ. അപ്പൊ 3 സിമ്പിൾസും ഈ 2 കൺക്ലൂഷനിൽ കാണാം അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് 3 സിമ്പിൾസ് വരുന്നുണ്ടോ? എഫ് ഗ്രേറ്റർ ദാൻ സി, എഫ് സി ഗ്രേറ്റർ ദാൻ എഫ്, സി ഈക്വൽ ടു എഫ് അല്ലേ. അപ്പം കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഐദർ ഓപ്ഷൻ അല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇവിടെ എന്താണ് എസും ഡബ്ല്യൂയും തമ്മിൽ റിലേഷൻ ആണ്. എസ് ടു ഡബ്ല്യൂ ഇവിടെ ഉണ്ട്. പ്രയോറിറ്റി ആർക്കാണ്? ഗ്രേറ്ററിനാണ് അല്ലേ. എസ് ഗ്രേറ്റർ ദാൻ ഡബ്ല്യൂ കിട്ടുന്നുണ്ട്. അടുത്ത യു വൈ. ഓക്കെ, യു ടു. ഓക്കെ, യു വൈയിൽ ഡബ്ല്യൂ കോമൺ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? യു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വി ഈക്വൽ ടു ഡബ്ല്യൂ ലെസ് ദാൻ ഈക്വൽ ടു വൈ. അപ്പോൾ യുവും വൈയും ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ് സിമ്പിൾസിന്റെ. അപ്പൊ സെക്കൻഡ് കൺക്ലൂഷൻ തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എന്താണ്? ഇപ്പൊ ഓൺലി കൺക്ലൂഷൻ 1 അല്ലേ. അടുത്ത ചോദ്യം മിക്ക ഷിഫ്റ്റിലും വന്നത് നമ്മുടെ ആൽഫ ന്യൂമറിക് സീരീസിലായിരുന്നു. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി സച്ച് സിമ്പിൾസ് ആർ ദെയർ ഇൻ ദി അറേഞ്ച്മെന്റ് ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ആൻഡ് ഫോളോഡ് ബൈ എ സിമ്പിൾ. ഇപ്പൊ ആൽഫബറ്റിന്റെ തൊട്ട് മുമ്പും ആൽഫബറ്റ് കഴിഞ്ഞ് സിമ്പിൾസ് വരണം. ഓക്കെ, ഇപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ആൽഫബറ്റ്സ്. ഓക്കെ, ആൽഫബറ്റ്സിന്റെ തൊട്ട് ഇപ്പുറത്ത് സിമ്പിൾസ് ഉണ്ട്. ഇവിടെ ഉണ്ട് അല്ലേ. ഇതൊരു കേസ് കിട്ടിയിട്ടുണ്ട്. വേറെ കേസസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ 1 ആണ് അല്ലേ. 25th ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 10th ടു ദ റൈറ്റ് ഓഫ് ദി എലമെന്റ് വിച്ച് ഈസ് 18th ഫ്രം ദ റൈറ്റ്. അപ്പൊ രണ്ടും റൈറ്റ് ആണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക. അപ്പം 18 മൈനസ് 10 8 അല്ലേ. അപ്പൊ 8th എലമെന്റ് ഫ്രം ദ റൈറ്റ് ആണ് നമ്മുടെ ആൻസർ. 3 4 5 6 7 8. നമ്മുടെ ആൻസർ ഇവിടെ എസ് ആണ് വരുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 10th ടു ദ ലെഫ്റ്റ് ഓഫ് യു. യു ഇതാണ്. യുവിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് അല്ലേ. 10th എലമെന്റ് ഏതാ? 3 6 9 10. ഓക്കെ, നമ്മുടെ ആൻസർ ഇവിടെ ഇ ആണ് വരുന്നത്. ഓക്കെ, 27th ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 6th ടു ദ റൈറ്റ് ഓഫ് എ. ഇതാണ്. എന്റെ റൈറ്റ് ഇങ്ങോട്ടാണ് അല്ലേ. 6th എന്ന് പറയുമ്പോൾ ആൻസർ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യത്തിലോട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു എന്താണ്? ഡയറക്ഷൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ആദ്യമേ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ? പോയിന്റ് എൽ ഇസ് 3 മീറ്റർ വെസ്റ്റ് ഓഫ് കെ. കെനെ ഇവിടെ വെച്ചാൽ കെന്റെ 3 മീറ്റർ വെസ്റ്റ് ആണ് എൽ. അടുത്തത് എം ഇസ് 2 മീറ്റർ നോർത്ത് ഓഫ് കെ. എം കെന്റെ നോർത്തിലാണ് അല്ലേ. നെക്സ്റ്റ് എൻ ഇസ് ഈസ്റ്റ് 4 മീറ്റർ ഈസ്റ്റ് ഓഫ് എം. ഈസ്റ്റ് റൈറ്റ് ആണ് ഇവിടെ. അടുത്ത് ഓനെ പറ്റിയാണ്. ഓ ഇസ് 2 മീറ്റർ സൗത്ത് ഓഫ് എൽ. എല്ലിന്റെ സൗത്ത് താഴെ വരുന്നത്. അടുത്ത് പോയിന്റ് ജെ ഇസ് 3 മീറ്റർ ഈസ്റ്റ് ഓഫ് ഒ. ഓക്കെ, 3 മീറ്റർ ഈസ്റ്റ് ഓഫ് ഒ ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജെ ആൻഡ് എം. ഓക്കെ, ജെ ഇവിടെയാണ്, എം ഇവിടെയാണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, ഇവരുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2. ഓക്കെ, 2 + 2 4. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ എന്താണ്? നൺ ഓഫ് ദീസ് ആയിരിക്കും വരും. അടുത്ത ചോദ്യം എന്താണ്? 29th. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് കെ വിത്ത് റെസ്പെക്ട് ടു എം. ഡയറക്ഷൻ ഓഫ് കെ വിത്ത് റെസ്പെക്ട് ടു എം. എമ്മിന്റെ റെസ്പെക്റ്റിൽ കെ എവിടെയാണ്? സൗത്ത് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് നോക്കാം. ഏത് ഓപ്ഷൻ ആണ്? നൺ ഓഫ് ദിസ് അല്ലേ. 30th ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് എം വിത്ത് റെസ്പെക്ട് ടു ഒ. എമ്മിന്റെ ഡയറക്ഷൻ നമ്മൾ പറയണം വിത്ത് റെസ്പെക്ട് ടു ഒന്റെ റെസ്പെക്റ്റിൽ എം എവിടെയാണ്? മേളിലാണ്, നോർത്ത്, റൈറ്റിലാണ്, ഈസ്റ്റ്. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? നോർത്ത് ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് വരും അല്ലേ. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അടുത്ത നമ്മളോട് ചോദിച്ചത് മിക്ക ഷിഫ്റ്റിന് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സിലോജിസം ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? ഓൾ ക്ലൗഡ് ആർ റെയിൻ. ക്ലൗഡും റെയിൻ ആണ്. ഓക്കെ, അടുത്ത ഓൺലി എ ഫ്യൂ ക്ലൗഡ് ഇസ് വാട്ടർ. കുറച്ച് ക്ലൗഡ് മാത്രമാണ് വാട്ടർ. അടുത്ത എന്താണ്? ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്നത് അല്ലേ.
കൺക്ലൂഷൻസ് ഇൻ ദ സം വാട്ടർ ആർ റെയിൻ. സം വാട്ടർ ആർ റെയിൻ. ഇത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അത് തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അടുത്തത് ഓൾ റെയിൻ ആർ വാട്ടർ. എല്ലാ റെയിനും ഓക്കെ, എല്ലാ റെയിനും വാട്ടർ ആണെന്ന് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് ഇവിടെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ, കാരണം ഓൾ ക്ലൗഡ് ആർ റെയിൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതും പോസിബിൾ അല്ല, നമുക്കത് പറയാൻ പറ്റത്തില്ല, ഡെഫിനറ്റ് കൂടിയാണ് അല്ലേ. നമ്മളിവിടെ ആൻസർ എന്തായിരിക്കും? നൈദർ ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരും. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ സം മാംഗോ ഇസ് ഗുവ. സം മാംഗോ ഇസ് ഗുവ. ഓൺലി എ ഫ്യൂ ആപ്പിൾ ഇസ് മാംഗോ. ഓക്കെ, കുറച്ച് ആപ്പിൾ മാത്രമാണ്. ഓക്കെ, കൺക്ലൂഷൻസ് നോക്കാം. സം ഗുവ ഇസ് നോട്ട് ആപ്പിൾ. കുറച്ച് ഗുവ ആപ്പിൾ അല്ല. ഓക്കെ, അത് ശരിയാണ് അല്ലെ, ഇവർ തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഇല്ല. പക്ഷെ അത് കൺക്ലൂഷൻ ഡെഫിനറ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഡയറക്ഷൻ അല്ല, ഇവർ തമ്മിൽ റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത എന്താണ്? ഓൾ ഗുവ ഇസ് ആപ്പിൾ. എല്ലാ ഗുവ ആപ്പിൾ ആണെന്ന് പറയാൻ പറ്റൂ? ഇല്ല. ഇനി നമുക്ക് ഐദർ കേസ് വരെ ഇവിടെ നമുക്ക് നോക്കാം. എലമെന്റ്സ് സെയിം ആണ്, സം നോട്ടും ഓളും ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സം നോട്ടും ഓളും വന്നാൽ ഐദർ ഓർ കേസ് പോസിബിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? ഐദർ 1 or 2 ഫോളോ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അടുത്ത നമുക്ക് എന്താണെന്ന് നോക്കിയാൽ ഓൾ ഗ്രീൻ ആർ ബ്ലൂ. എല്ലാ ഗ്രീനും ബ്ലൂ ആണ്, എല്ലാ ബ്ലൂ യെല്ലോ ആണ്. നോ ബ്ലൂ ഇസ് പിങ്ക്. ബ്ലൂവും പിങ്കും തമ്മിൽ നെഗറ്റീവ് റിലേഷൻ ആണ്. സ്റ്റേറ്റ് കൺക്ലൂഷൻസ് നോക്കാം. സം യെല്ലോ ഇസ് നോട്ട് പിങ്ക്. കുറച്ച് യെല്ലോ പിങ്ക് അല്ല. അത് ശരിയാണ് അല്ലെ, നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് ഡയറക്റ്റ് റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സെക്കൻഡ് കൺക്ലൂഷൻ നോക്കാം. നോ ഗ്രീൻ ഇസ് പിങ്ക്. ഓക്കെ, ഗ്രീനും പിങ്കും തമ്മിൽ റിലേഷൻ ഇല്ല അല്ലെ, അത് കറക്റ്റ് ആണ്. കാരണം ബ്ലൂവും പിങ്കും തമ്മിൽ റിലേഷൻ ഇല്ല, നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ബ്ലൂവിനകത്ത് ഗ്രീൻ വരുന്നതുകൊണ്ട് അത് ശരിയാണ്. നമ്മുടെ ഇവിടെ ആൻസർ എന്താണ്? ഓൺലി 2 ഫോളോവേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 1 മാർക്കിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി പെയർ ഓഫ് ലെറ്റേഴ്സ് ആർ ദെയർ ഇൻ ദ വേർഡ് കണ്ടീഷൻ? CONDITIO. നമ്മൾ എങ്ങനെ ചെയ്യുന്ന ഇതിനെ? ആദ്യം എന്ത് ചെയ്യുക? ഇതിന്റെ ആൽഫബറ്റിന്റെ വേർഡ് നമ്പേഴ്സ് ഒന്ന് കൊടുത്തേക്കുക. ഇത് 3 ആണ്. 15, 14, 4, 20, 9, 15, 14. ഇപ്പം 3, 4, 5, 6, 7, 8, 3 to 9 കിട്ടുന്നുണ്ട് കേസ്. 15 തൊട്ട് പോസിബിൾ അല്ല. 14, 15, 16, 17, 18, 19, 4, 5, 6, 7, 8, 9, 10 പോസിബിൾ അല്ല. 20, 14 to 15 ഒരു കേസ് കിട്ടുന്നുണ്ട്. 16, 17, 18, 19, 15 പോസിബിൾ ആണ്. 9, 10, 11, 12, 13, 14, 20 പോസിബിൾ അല്ല. 9 പോസിബിൾ അല്ല. 4, 14 to 15 ഒരു കേസ് കിട്ടുന്നുണ്ട്. വേറെ കേസസ് ഒന്നും പോസിബിൾ അല്ല. ഇപ്പൊ 1, 2, 3. നമ്മുടെ ആൻസർ ഇവിടെ നൺ ഓഫ് ദിസ് തന്നെയാണ് വരും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. 5 persons are sitting in a row. 1, 2, 3, 4, 5. One person between A and B. Okay, one person between A and D. C sits third to the right of D. C എവിടെ ഇരിക്കുന്നത്? ഡിന്റെ തേർഡ് റൈറ്റിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഡീനെ ഇവിടെ നമ്മൾ വെച്ചാൽ തേർഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഇടയ്ക്ക് എത്ര പേരുണ്ട്? 2 പേര്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? എൻ്റെയും ബിന്റെ ഇടയ്ക്ക് ഒരാള്. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെയും ഡിന്റെ ഇടയ്ക്ക് ഇവിടെ എ, ഇവിടെ ബി. ഈ കണ്ടീഷൻ ഓക്കെ ആണല്ലോ അല്ലേ? മിസ്സിംഗ് ആരാണ്? ഇ ആണ്. ഇപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് അറേഞ്ച്മെന്റ്. ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഇ? എന്റെ പൊസിഷൻ ഇന്റെ റെസ്പെക്റ്റിൽ എന്താണ്? ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ് അല്ലേ? നമ്മുടെ ഇവിടെ ആൻസർ ഓപ്ഷൻ എ, ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 35 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് SBI മാത്രമല്ല, ഇനി വരാൻ പോകുന്ന നമ്മുടെ RRB, PO ക്ലർക്ക്, പിന്നെ ഇപ്പോൾ IBPS ക്ലർക്കിൻ്റെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് നോക്കുക. ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക തീർച്ചയായിട്ടും. ഓക്കെ,
പിന്നെ ഡയറക്ഷൻ്റെ ഇ ലേണിംഗ് യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും കാണുക അല്ലെ, അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, അത് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ദിസ് ഇസ് ആശിഷ് മാത്യു സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.